Hello dear students, welcome to Sapphire Future Academy's Board Booster series. Today we are going to discuss the chapter Electrochemistry and part 3. In the previous class we have discussed about standard hydrogen electrode. Standard hydrogen electrode use ചെയ്തുകൊണ്ട് നമുക്ക് ഓരോ ഇലക്ട്രോഡ്സിൻ്റെയും സ്റ്റാൻഡേർഡ് കണ്ടീഷനിലെ പൊട്ടൻഷ്യൽസ് മെഷർ ചെയ്യാമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. Then ആ വാല്യൂസ് നമ്മൾ ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തു വച്ചിരിക്കുന്ന സീരീസ് അറിയപ്പെടുന്ന പേരാണ് ഇലക്ട്രോകെമിക്കൽ സീരീസ്. Electrochemical series is the arrangement of elements in the increasing order of their standard reduction potential is called electrochemical series. അപ്പോൾ ഇൻക്രീസിങ് ഓർഡറിലാവാം, ഡിക്രീസിങ് ഓർഡറിലാവാം. അത് പല ടെക്സ്റ്റ് ബുക്കിലും പല രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഡിക്രീസിങ് ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കാണിച്ചിരിക്കുന്ന പിക്ചറിലും ഡിക്രീസിങ് ഓർഡറിലാണ് ഇലക്ട്രോകെമിക്കൽ സീരീസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സീരീസിൽ നമുക്കറിയപ്പെടുന്ന എല്ലാ എലമെൻസിൻ്റെയും സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂസ് റെക്കോർഡഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ സീരീസ് നോക്കിയാൽ നമുക്കറിയാം ഏറ്റവും ടോപ്പ് പാർട്ടിൽ വരുന്നത് 2.87 എന്ന് പറയുന്ന വാല്യൂ. ഈ സീരീസിൽ ഏറ്റവും ടോപ്പ് പാർട്ടിൽ വരുന്നത് 2.87 എന്ന് പറയുന്ന വാല്യൂ ആണ്. ഇതാണ് ഒരു എലമെന്റിന് റീച്ച് ചെയ്യാവുന്ന മാക്സിമം സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അത് അച്ചീവ് ചെയ്യുന്ന ആള് ഫ്ലൂറിൻ ആണ്. ഫ്ലൂറിൻ എന്ന് പറയുന്ന എലമെന്റ് ആണ് ഈ മാക്സിമം റിഡക്ഷൻ പൊട്ടൻഷ്യൽ അച്ചീവ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഈ വാല്യൂ അടുത്ത എലമെന്റ്സിലേക്ക് വരുമ്പോൾ ഡിക്രീസ് ചെയ്ത് ഹൈഡ്രജൻ എത്തുമ്പോൾ ദാറ്റ് വാല്യൂ ഗോസ് ടു 0 എന്ന് പറയുന്ന വാല്യൂയിലേക്ക് റീച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഹൈഡ്രജന്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ 0 ആണ്. ദെൻ അതിന് താഴെ വരുന്ന എലമെന്റ്സ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും വാല്യൂസ് നെഗറ്റീവ് ആയിട്ടാണ് വരുന്നത്. റെക്കോർഡ് ചെയ്തിരിക്കുന്ന വാല്യൂസ് എല്ലാം നെഗറ്റീവ് ആണ്. അതിൽ ഏറ്റവും ബോട്ടം പാർട്ടിൽ വരുന്ന വാല്യൂ -3.05 വോൾട്ട് ആണ്. -3.05 വോൾട്ട് അത് അച്ചീവ് ചെയ്യുന്ന എലമെന്റ് ലിഥിയം ആണ്. അപ്പോൾ നമ്മുടെ എലമെന്റ്സിന് അച്ചീവ് ചെയ്യാവുന്ന ഏറ്റവും മിനിമം റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് -3.05 ആണ്. അത് അച്ചീവ് ചെയ്യുന്ന എലമെന്റ് ലിഥിയം ആണ്. ഓക്കെ, അപ്പോൾ ഈ സീരീസിൽ പോസിറ്റീവ് വാല്യൂസും ഉണ്ട്, നെഗറ്റീവ് വാല്യൂസും ഉണ്ട്. അപ്പോൾ ഒരു വാല്യൂ പോസിറ്റീവ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ആ എലമെന്റിന് റിഡക്ഷൻ നടത്താനുള്ള ടെൻഡൻസിയാണ് കൂടുതൽ, അല്ലെങ്കിൽ ആ ഒരു എലമെന്റ് കാഥോഡായിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസ് ആണ് കൂടുതൽ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അല്ലെങ്കിൽ അവരായിരിക്കും പെട്ടെന്ന് റിഡക്ഷൻ നടത്തുന്നത്. ദെൻ വാല്യൂസ് നെഗറ്റീവ് ആയിട്ടാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ, നെഗറ്റീവ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ് ഒരു എലമെന്റിന് ഉള്ളതെങ്കിൽ ആ എലമെന്റിന് നടക്കാൻ ചാൻസ് ഉള്ളത്, ഈസിലി നടക്കാൻ ചാൻസ് ഉള്ളത് ഓക്സിഡേഷൻ ആണ്. ഓക്കെ, അതായത് ആ ആൾ ആക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉള്ളത് ആനോഡായിട്ടാണ്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളാണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. ഫ്രം ഇലക്ട്രോകെമിക്കൽ സീരീസ് നമുക്ക് എന്ത് മനസ്സിലാക്കാം? രണ്ടാൾക്കാരെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആർക്ക് ഓക്സിഡേഷൻ നടക്കും, ആർക്ക് റിഡക്ഷൻ നടക്കും. നെഗറ്റീവ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ളവർക്ക് ഓക്സിഡേഷൻ നടക്കാനാണ് ടെൻഡൻസി കൂടുതലെന്നും, പോസിറ്റീവ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ളവർക്ക് റിഡക്ഷൻ നടക്കാനാണ് ടെൻഡൻസി കൂടുതലെന്നും മനസ്സിലാക്കാം. ഓക്കെ, ഇനി കാഥോഡും ആനോഡും സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, രണ്ടാൾക്കാരെ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഹയർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള ആള് ഈ ഒരു സീരീസ് നോക്കുക. നമ്മൾ ഏതെങ്കിലും രണ്ട് എലമെന്റ്സ് എടുക്കുക, എന്നിട്ട് അത് ഈ സീരീസിൽ ചെക്ക് ചെയ്യുമ്പോൾ അതിൽ ആരുടെ വാല്യൂ ആണോ ഹയർ ആയിട്ടുള്ളത്, റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആരുടെ വാല്യൂ ആണോ ഹയർ ആയിട്ടുള്ളത്, അയാളായിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുന്ന സെല്ലിൽ കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ എടുത്ത എലമെന്റിൽ ആർക്കാണോ ലോവർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ളത് ഫ്രം ഇലക്ട്രോകെമിക്കൽ സീരീസ്, ആ ആള് നമ്മൾ സെല്ല് സെറ്റ് ചെയ്യുമ്പോൾ ആനോഡായിട്ടായിരിക്കും ആക്ട് ചെയ്യുക.
അപ്പോൾ ഇലക്ട്രോ കെമിക്കൽ സീരീസ് ഉപയോഗിച്ചുകൊണ്ട് ആ വാല്യൂസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏത് എലമെന്റ്സിനെ വേണമെങ്കിലും എടുത്ത് ആര് ആനോഡാവും ആര് കാഥോഡാവും എന്ന് നോക്കി കറക്റ്റ് ആയിട്ട് സെല്ല് സെറ്റ് ചെയ്യാനായിട്ട് ഡിസൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ഇലക്ട്രോ കെമിക്കൽ സീരീസിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള യൂസ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ഓരോ എലമെന്റ്സിന്റെയും സ്റ്റാൻഡേർഡ് കണ്ടീഷനിലുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂസ് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ നിന്ന് നമുക്ക് ഒരു സെല്ലിൽ ആര് ആനോഡാവും ആര് കാഥോഡാവും, അല്ലെങ്കിൽ ഏത് എലമെന്റ്സിനാണ് ഓക്സിഡേഷൻ നടക്കുക ഏത് എലമെന്റ്സിനാണ് റിഡക്ഷൻ നടക്കുക എന്ന് ഈസിലി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇലക്ട്രോ കെമിക്കൽ സീരീസിന്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നാണ് ഇനി ചെക്ക് ചെയ്യേണ്ടത്. അതിൽ ആദ്യത്തെ ആപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞു, നമുക്ക് എന്ത് ചെക്ക് ചെയ്യാൻ പറ്റും? ആരാണ് കാഥോഡായിട്ടും ആനോഡായിട്ടും ഒരു സെല്ലിൽ ആക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെ ഒരു രണ്ട് എലമെന്റ്സിനെ എടുത്ത് നമ്മൾ ആരാണ് കാഥോഡ് ആരാണ് ആനോഡ് എന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ദെൻ നമുക്ക് അവരുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂസ് ഉപയോഗിച്ചുകൊണ്ട് ആ സെല്ല് കൺസ്ട്രക്ട് ചെയ്താൽ ആ സെല്ലിന് എത്ര പൊട്ടൻഷ്യൽ വരും എന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ലേ? E0 സെൽ ഇസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചതാണ് E0 കാഥോഡ് മൈനസ് E0 ആനോഡ് ആണെന്ന് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ E0 ഓഫ് കാഥോഡ് ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കാഥോഡ് അത് നമുക്ക് ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ നിന്ന് കിട്ടുമല്ലോ. ആ വാല്യൂ മൈനസ് അതേപോലെ തന്നെ ആരാണോ ആനോഡായിട്ട് സെറ്റ് ചെയ്യുന്നത് അയാളുടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂവും ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ നിന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ദെൻ ഈ രണ്ട് വാല്യൂസും കൂടി സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന സെല്ലിന്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ആ സെല്ലിൽ നിന്ന് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന EMF എത്രയാണെന്ന് നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വി ക്യാൻ കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് EMF ഓഫ് എ ഗിവൺ സെൽ. ഓക്കെ, ദെൻ അടുത്തത് ആ ഒരു ഇലക്ട്രോ കെമിക്കൽ സീരീസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഓരോ എലമെന്റിന്റെയും ഓക്സിഡൈസിങ് പവറും റെഡ്യൂസിങ് പവറും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇലക്ട്രോ കെമിക്കൽ സീരീസ് അല്ലേ. ഇതിലിപ്പോൾ നമ്മൾ പറഞ്ഞു ഏറ്റവും ടോപ്പിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഹയർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരെയാണ്, ഏറ്റവും ലോവർ പോർഷനിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് നെഗറ്റീവ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഏറ്റവും മിനിമം റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ളവരെയാണ്. അപ്പൊ ഇതിൽ നിന്ന് എങ്ങനെയാണ് ഓക്സിഡൈസിങ് ഏജന്റിനെയും റെഡ്യൂസിങ് ഏജന്റിനെയും അവരുടെ പവർ എങ്ങനെ കമ്പയർ ചെയ്യുന്നു നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ വി നോ ദാറ്റ് which undergo a reduction. ഓക്സിഡൈസിങ് ഏജൻസിന് നടക്കേണ്ടത് റിഡക്ഷൻ ആണ്. അവർ ഓക്സിഡേഷനെ ഹെൽപ്പ് ചെയ്യുന്നു, അറ്റ് ദ സെയിം ടൈം ദേ അണ്ടർഗോ റിഡക്ഷൻ എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അതുപോലെ റെഡ്യൂസിങ് ഏജന്റ് ആണെന്നുണ്ടെങ്കിൽ ദേ ഹെൽപ്സ് ഫോർ റിഡക്ഷൻ ആൻഡ് ദേ ഇറ്റ്സെൽഫ് അണ്ടർഗോ ഓക്സിഡേഷൻ എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരാൾ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ അവർക്ക് എന്താ നടക്കേണ്ടത്? റിഡക്ഷൻ ആണ് നടക്കേണ്ടത്. ഇനി റിഡക്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കിട്ടണം? പോസിറ്റീവ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കിട്ടണം, അല്ലെങ്കിൽ ഹയർ റിഡക്ഷൻ പൊട്ടൻഷ്യൽസ് കിട്ടണം. ഓക്കെ, ഇനി റെഡ്യൂസിങ് ഏജന്റ് ആവണമെങ്കിൽ എന്താ നടക്കേണ്ടത്? ഓക്സിഡേഷൻ ആണ് നടക്കേണ്ടത്. ഓക്സിഡേഷൻ നടക്കണമെങ്കിൽ അവരുടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. ഓക്കെ, ദാറ്റ് മീൻസ് ഹൈഡ്രജന് താഴത്തേക്ക് കിടക്കുന്ന ആൾക്കാര്, ഹൈഡ്രജന് ബോട്ടം പാർട്ടിൽ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നവർക്കാണ് നെഗറ്റീവ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വരിക അല്ലേ. ഓക്കെ, അവരാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുക, അല്ലെങ്കിൽ റെഡ്യൂസിങ് ക്യാരക്ടർ ഏറ്റവും നന്നായിട്ട് കാണിക്കുന്ന ആൾക്കാർ ഹൈഡ്രജന്റെ ബോട്ടം പ്ലേസിൽ വച്ചിരിക്കുന്നവരാണ്. ഓക്കെ, ബിക്കോസ് അവർക്കാണ് നെഗറ്റീവ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ളത്. ദെൻ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ പോസിറ്റീവ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ അല്ലേ വേണ്ടത്. അപ്പൊ ഹൈഡ്രജന് എബവ് പോർഷനിൽ കിടക്കുന്ന ആളുകൾ അവർക്ക് എല്ലാവർക്കും പോസിറ്റീവ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ്. അപ്പൊ ഇവരെന്തായിട്ട് ആക്ട് ചെയ്യും? ഓക്സിഡൈസിങ് ഏജന്റ്സ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഈസിലി അവരുടെ പവർ കമ്പയർ ചെയ്യാം.
റിഡക്ഷൻ പൊട്ടൻഷ്യൽ എത്ര കൂടുന്നോ അത്രയും അവര് എന്തായിട്ട് നിൽക്കും? ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് നിൽക്കും. അവരുടെ ഓക്സിഡൈസിങ് പവർ അത്രയും കൂടുതലായിരിക്കും. റിഡക്ഷൻ പൊട്ടൻഷ്യൽ എത്രത്തോളം കൂടുന്നോ അവരുടെ ഓക്സിഡൈസിങ് പവർ അത്രയും കൂടുതലായിരിക്കും. ദെൻ റിഡ്യൂസിങ് ഏജന്റ് ആവണമെങ്കിലോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എത്രത്തോളം നെഗറ്റീവ് ആകുന്നു, എത്രത്തോളം താഴത്തേക്ക് പോരുന്നോ അത്രയും അവരുടെ റിഡ്യൂസിങ് ക്യാരക്ടർ കൂടി വരും. അപ്പൊ മോസ്റ്റ് പവർഫുൾ റിഡ്യൂസിങ് ഏജന്റ് ആരാന്ന് ചോദിച്ചാൽ ലിഥിയം ആണ് അല്ലേ? മോസ്റ്റ് പവർഫുൾ റിഡ്യൂസിങ് ഏജന്റ് ചോദിച്ചാൽ ലിഥിയം ആണ്, ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വാല്യൂ ഉള്ള ആള്. അതുപോലെ മോസ്റ്റ് പവർഫുൾ ഓക്സിഡൈസിങ് ഏജന്റ് ചോദിച്ചാൽ ഫ്ലൂറിൻ ആണ്, ഏറ്റവും നന്നായിട്ട് ഓക്സിഡൈസ് ചെയ്യാൻ കഴിവുള്ള ആള് ഫ്ലൂറിൻ ആണ്. ബിക്കോസ് അവരുടെ വാല്യൂ ആണ് ഏറ്റവും ഹൈ പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ ഓരോരുത്തരുടെയും വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് അവരുടെ ഓക്സിഡൈസിങ് പവറും റിഡ്യൂസിങ് പവറും കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് ദി അനദർ ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രോകെമിക്കൽ സീരീസ്. ദെൻ അടുത്തത് എന്താ? അടുത്ത ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു എലമെന്റ്, അതിൽ ഏറ്റവും കൂടുതൽ മെറ്റൽസ് മിനറൽ ആസിഡ്സുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുമെന്ന് നമ്മൾ സ്മോളർ ക്ലാസ്സസിൽ പഠിച്ചിട്ടുണ്ട്. ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. വെൻ മെറ്റൽസ് റിയാക്ട് വിത്ത് മിനറൽ ആസിഡ്സ് ഇറ്റ് പ്രൊഡ്യൂസസ് ഹൈഡ്രജൻ ഗ്യാസ് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. ബട്ട് എല്ലാ മെറ്റൽസും ഹൈഡ്രജൻ ഗ്യാസിനെ ലിബറേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇല്ല. അതിലൊരു എക്സാമ്പിൾ നമ്മൾ പഠിക്കുന്നുണ്ട്, കോപ്പർ എന്ന് പറയുന്ന എക്സാമ്പിൾ നമ്മൾ പഠിക്കുന്നുണ്ട്. കോപ്പർ ഡസ് നോട്ട് ലിബറേറ്റ് ഹൈഡ്രജൻ ഗ്യാസ് എന്ന് നമ്മൾ പഠിക്കാറുണ്ട്. കോപ്പർ ഡസ് നോട്ട് ലിബറേറ്റ് ഹൈഡ്രജൻ ഗ്യാസ് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഇത് കണ്ടുപിടിക്കാനും നമുക്ക് ആരുടെ സഹായം തേടാം? ഇലക്ട്രോകെമിക്കൽ സീരീസിന്റെ സഹായം തേടാം. നമുക്ക് നോക്കാം. സോ ഒരു മെറ്റല് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഇക്വേഷൻ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാറ്? ഇപ്പൊ നമുക്ക് സിങ്ക് എടുക്കാം. സിങ്ക് മിനറൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു മെറ്റലാണ്. അപ്പൊ Zn പ്ലസ് ഞാൻ എടുക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. അപ്പോൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സിങ്ക് ക്ലോറൈഡ് എന്ന് പറയുന്ന സോൾട്ടും ഹൈഡ്രജൻ ഗ്യാസും ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ സിങ്ക് പ്രൊഡ്യൂസസ് ഹൈഡ്രജൻ ഗ്യാസ്. അപ്പൊ ഇവിടെ ഈ റിയാക്ഷൻ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സിങ്ക് ഈസ് കൺവേർട്ടഡ് ടു സിങ്ക് 2+. ഈ കോമ്പൗണ്ടിൽ സിങ്കിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2+ ആണ്. അപ്പൊ ഇവിടെ സിങ്കിന് സംഭവിച്ചിരിക്കുന്നത് ഓക്സിഡേഷൻ ആണ്. ഓക്കെ, ഇനി ഇവിടെ അടുത്തത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ H+ ആയിരുന്ന ആള് ഇപ്പുറത്തേക്ക് പോയപ്പോൾ ഹൈഡ്രജൻ ആയി, ഓക്സിഡേഷൻ സ്റ്റേറ്റ് കുറഞ്ഞിരിക്കുന്നു. H+ H2 ആയി. അപ്പോൾ H+ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് റിഡക്ഷൻ ആണ്. ബാലൻസ് ചെയ്ത് എഴുതുമ്പോൾ 2H++ 2 ഇലക്ട്രോൺ ഗിവിംഗ് H2 സംഭവിച്ചിരിക്കുന്നത് റിഡക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മളൊരു മെറ്റലും ഒരു ആസിഡും കൂടി എടുക്കുമ്പോൾ അതിലെ ആസിഡിലെ H+ എന്ത് നടക്കണം എന്നാണ് ഈ റിയാക്ഷനിൽ നിന്ന് മനസ്സിലാവുന്നത്? റിഡക്ഷൻ നടക്കണം. ഇനി എടുക്കുന്ന മെറ്റലിന് എന്താ സംഭവിക്കണ്ടേ? ഓക്സിഡേഷൻ നടക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന രീതിയിൽ റിയാക്ഷൻ നടക്കുകയുള്ളൂ, ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുള്ളൂ എന്ന് ഈ ഒരു എക്സ്പ്ലനേഷനിൽ നിന്ന് തന്നെ ക്ലിയർ ആണ് അല്ലേ? അപ്പോൾ ജനറലി നമ്മൾ പറയും, ഏത് മെറ്റൽ ആണോ നമ്മൾ എടുക്കുന്നേ ആ മെറ്റലിന് സംഭവിക്കേണ്ടത് ഓക്സിഡേഷൻ ആണ്. ദാറ്റ് ഈസ് ആ മെറ്റലിന് ഏത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആയിരിക്കണം? നെഗറ്റീവ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആയിരിക്കണം. ഇനി ഹൈഡ്രജൻ എടുക്കുവാണെങ്കിൽ ഹൈഡ്രജന് സംഭവിക്കേണ്ടത് എന്താ? റിഡക്ഷൻ ആണ്. ഓക്കെ, ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ആസിഡ് പാർട്ടിന് സംഭവിക്കുന്നത് റിഡക്ഷൻ ആണ്. അപ്പൊ അവിടെ അവർക്ക് എന്തായിരിക്കണം? പോസിറ്റീവ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആയിരിക്കണം. ഓക്കെ, ഈ ഒരു കോമ്പിനേഷൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ മെറ്റൽ ലിബറേറ്റ്സ് ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഹൈഡ്രജന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ 0 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പൊ അതിൽ താഴെ നെഗറ്റീവ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വരണ മെറ്റൽസിന് മാത്രമേ ഈ റിയാക്ഷൻ തരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പറയാം, ഇലക്ട്രോകെമിക്കൽ സീരീസിൽ ഹൈഡ്രജന് താഴെ കിടക്കുന്ന ആൾക്കാർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഹൈഡ്രജനെ ലിബറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നെഗറ്റീവ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ തരുന്ന മെറ്റൽസ് ആണെങ്കിൽ എന്ത് തരും? ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യും.
ഓക്കെ. അപ്പോൾ സിങ്ക് നോക്കുക, സിങ്കിന് -0.76 ആണ്, മഗ്നീഷ്യം -1.66 ആണ്. അപ്പോൾ മഗ്നീഷ്യം പ്ലസ് 2HCl എന്ന് എഴുതിയാൽ നമുക്ക് ധൈര്യമായിട്ട് ഈ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാം. MgCl2 പ്ലസ് H2 എന്ന് കംപ്ലീറ്റ് ചെയ്യാം. കാരണം നമുക്കറിയാം മഗ്നീഷ്യത്തിന് നെഗറ്റീവ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ്. അപ്പോൾ ഈ കോമ്പിനേഷൻ ശരിയാവും. ഓക്കെ. പക്ഷേ കോപ്പർ Cu പ്ലസ് 2HCl എന്ന് ഞാൻ എഴുതി കഴിഞ്ഞാൽ ഇവിടെ കോപ്പർ ആണ് മെറ്റൽ. കോപ്പറിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ നോക്കിക്കേ. കോപ്പറിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആണ്, 0.34 ആണ്. ഓക്കെ. അത് ഹൈഡ്രജന് മേലെ കിടക്കുവാണ്. അപ്പോൾ കോപ്പറിന് ഇവിടെ പോസിറ്റീവ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ്. ഹൈഡ്രജൻ ആണെങ്കിൽ അതിൽ താഴെയുള്ള റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ്. അപ്പോൾ നമ്മുടെ ഈ കോമ്പിനേഷൻ ശരിയാവില്ല. അപ്പോൾ ഈ റിയാക്ഷൻ ഇവിടെ പോസിബിൾ അല്ല. ദാറ്റ് ഈസ് ഹൈഡ്രജന് മുകളിൽ കിടക്കുന്ന മെറ്റൽസ് ആണെങ്കിൽ ഡസ് നോട്ട് ലിബറേറ്റ് ഹൈഡ്രോജൻ ഗ്യാസ് എന്ന് നമുക്ക് പറയാം. ബിക്കോസ് ഈ കോമ്പിനേഷൻ ശരിയാവില്ല. ഓക്കെ. അപ്പൊ ഈ ഒരു കോമ്പിനേഷൻ നോക്കി മാത്രം നമുക്ക് ഏത് മെറ്റൽസ് ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യും, ഏത് മെറ്റൽസ് തരില്ല എന്നറിയാൻ പറ്റും. ഇവിടെ കോപ്പറിനെ പോലെ തന്നെ വേറൊരു എക്സാമ്പിൾ ആണ് സിൽവർ കേട്ടോ. സിൽവർ, കോപ്പറും സിൽവറും എന്ത് ലിബറേറ്റ് ചെയ്യാറില്ല? ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യാറില്ല. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് ഇലക്ട്രോ കെമിക്കൽ സീരീസിന്റെ ആപ്ലിക്കേഷൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ്. ഓക്കെ. ചെറിയ ചെറിയ ആപ്ലിക്കേഷൻസ് ഇനിയുമുണ്ട്. അത് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ആ ഇൻഫർമേഷൻസിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാവുന്ന കുറച്ച് ചെറിയ ചെറിയ ആപ്ലിക്കേഷൻസ് ഉണ്ട്. മെയിൻ ആപ്ലിക്കേഷൻസ് എല്ലാം നമ്മൾ പറഞ്ഞു. ഓക്കെ. ഇനി അടുത്ത ടോപ്പിക്കാണ് നോൺസ് ഇക്വേഷൻ. എന്താണ് നോൺസ് ഇക്വേഷൻ? ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നോൺസ് ഇക്വേഷൻ. പ്രോബ്ലംസ് ആണ് ചോദിക്കുക. അപ്പോൾ ഈ ഒരു പാർട്ട് നമ്മൾ ശ്രദ്ധിച്ച് തന്നെ പഠിക്കണം, മാക്സിമം പ്രോബ്ലംസ് ചെയ്ത് തന്നെ പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം നോൺസ് ഇക്വേഷൻ എന്താണെന്നുള്ളത്. ഓക്കെ. അപ്പൊ നോൺസ് ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു റിയാക്ഷൻ നടത്തുമ്പോൾ, നമ്മളൊരു ഗാൽവാനിക് സെല്ല് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മളിവിടെ റിയാക്ഷൻസ് കണ്ടതാണ്. അയോൺസ് ആർ ഇൻവോൾവ്ഡ് ഇൻ ദി കെമിക്കൽ റിയാക്ഷൻ. ഓക്കെ. അയോൺസ് ആർ ഇൻവോൾവ്ഡ് ഇൻ ദി കെമിക്കൽ റിയാക്ഷൻ. Zn2+, Cu2+, Mg2+ എന്ന് പറയുന്ന അയോൺസ് അവിടെ ഇൻവോൾവ്ഡ് ആണ്. അപ്പോൾ നമ്മൾ ആ സെല്ല് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ആ സെല്ലിൽ എത്ര നമ്പർ ഓഫ് അയോൺസ് ഉണ്ടോ ആ നമ്പർ ഓഫ് അയോൺസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അവിടെ ഓക്സിഡേഷൻ എത്ര നടക്കണം, റിഡക്ഷൻ എത്ര നടക്കണം എന്നൊക്കെ തീരുമാനിക്കാം. ഓക്കെ. ആ ഒരു നമ്പർ ഓഫ് ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്ന അനുസരിച്ചിട്ടായിരിക്കും ഇലക്ട്രോൺസ് റിലീസ് ചെയ്യുക. ഈ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്ന അനുസരിച്ചിട്ടായിരിക്കും ആ സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ ബേസിക്കലി നമുക്ക് പറയാം അതിൻ്റെ ഉള്ളിൽ എത്ര അയോൺസ് ഉണ്ടോ, ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ കോൺസെൻട്രേഷൻ ഓഫ് അയോൺസ് പ്രസന്റ് ഇൻ ദി സെൽ. അതിനനുസരിച്ചിട്ടായിരിക്കും അതിൽ നിന്ന് ആ സെല്ലിൽ നിന്ന് പുറത്തേക്ക് കിട്ടുന്ന പൊട്ടൻഷ്യൽ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഓക്കെ. അപ്പോൾ ആ ഒരു റിലേഷൻ നമ്മുടെ അയോൺസ് ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷനും സെല്ലിൻ്റെ വോൾട്ടേജും പൊട്ടൻഷ്യലും അല്ലെങ്കിൽ ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻ പറയുന്ന ഇക്വേഷനാണ് നോൺസ് ഇക്വേഷൻ. അത് വരാൻ കാരണം നമ്മൾ തൊട്ടു മുന്നേ ഷീ പഠിച്ചു. ഷീയിൽ നമ്മൾ ഓരോരുത്തരുടെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ ഇലക്ട്രോഡുകളും 1 മോളാർ കോൺസെൻട്രേഷനിൽ എടുക്കുമ്പോൾ അവർ തരാൻ പോകുന്ന പൊട്ടൻഷ്യൽ ആണ് നമ്മൾ ഷീ ഉപയോഗിച്ച് കണ്ടുപിടിച്ച് ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ എഴുതി വച്ചിരിക്കുന്നത്. പക്ഷെ നമ്മളൊരു സീരീസ്, ഒരു സെല്ല് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എപ്പോഴും എടുക്കുന്ന ഇലക്ട്രോലൈറ്റ് 1 മോളാർ ആകണമെന്ന് ഒരു നിർബന്ധവുമില്ല. ലെസ് ദാൻ 1 മോളാർ ആവാം, മിക്കവാറും 0.1 മോളാർ, 0.01 മോളാർ, 0.001 മോളാർ സൊല്യൂഷൻസ് ഒക്കെ ആയിരിക്കും നമ്മൾ ആ സെല്ലിൽ ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുക. അപ്പം അവർ തരുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഈ ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ എഴുതി വെച്ചിരിക്കുന്ന പൊട്ടൻഷ്യൽ ആയിരിക്കില്ല. അവർ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ ഓർക്കേണ്ട കാര്യം 1 മോളാർ കോൺസെൻട്രേഷനിലുള്ളതാണ്. അത്രയും നമ്പർ ഓഫ് അയോൺസ് ഉള്ളപ്പോൾ അവർ എത്ര പൊട്ടൻഷ്യൽ തരും എന്നാണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതർ ദാൻ 1 മോളാർ കോൺസെൻട്രേഷൻ വരുമ്പോൾ അതനുസരിച്ച് നമ്പർ ഓഫ് അയോൺസിൽ ചേഞ്ച് വരും, അതനുസരിച്ച് അവർ തരുന്ന സെൽ പൊട്ടൻഷ്യലിൽ ചേഞ്ച് വരും. അപ്പോൾ അതർ ദാൻ 1 മോളാർ കോൺസെൻട്രേഷനിൽ ഒരു ഇലക്ട്രോഡ് തരുന്ന പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഒരു സെല്ല് തരുന്ന പൊട്ടൻഷ്യൽ എന്താണ് എന്ന് പറഞ്ഞു തരുന്ന ഇക്വേഷൻ ആണ് നോൺസ് ഇക്വേഷൻ. ഓക്കെ.
Nernst equation gives the relationship between the electrode potential and ionic concentration of the electrolyte. Okay. നമുക്ക് ആദ്യം ഒരു ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ, സിങ്ക് എന്ന് പറയുന്ന ഇലക്ട്രോഡ് അല്ലെങ്കിൽ കോപ്പർ എന്ന് പറയുന്ന ഇലക്ട്രോഡ്, ഇവരെയൊക്കെ നമ്മൾ ഒരു ഹാഫ് സെല്ലായിട്ട് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഇപ്പൊ സിങ്ക് എന്ന് പറയുന്ന ഒരു ഹാഫ് സെൽ, ഇതിലിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ഒരു 0.1 മോളാർ കോൺസെൻട്രേഷനിലാണ് എന്നുണ്ടെങ്കിൽ ഇവർ തരുന്ന പൊട്ടൻഷ്യൽ എങ്ങനെ കണ്ടുപിടിക്കും? ഓക്കെ, അതിനുള്ള ഇക്വേഷൻ ആണ് ഈ ഒരു ഹാഫ് സെല്ല് എത്ര പൊട്ടൻഷ്യൽ ഇപ്പൊ തരാൻ റെഡിയാണ്, ഇത് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് നെർൺസ് ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ ഏത് ആളെയാണോ നമ്മൾ ഹാഫ് സെല്ലിൽ ചൂസ് ചെയ്തിരിക്കുന്നത്, ഇപ്പൊ ഇവിടെ സിങ്ക് ആണല്ലേ, അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? ഇവിടെ നടക്കാൻ പോകുന്ന ഇക്വേഷൻ Zn ഗിവിംഗ് Zn2 +2 ഇലക്ട്രോൺ, ഇത് ആനോഡ് ആണെങ്കിൽ. പക്ഷെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആരാണെങ്കിലും നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കുന്നത് ഏത് പൊട്ടൻഷ്യൽ ആണ്? റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ്. അപ്പൊ ഇത് ഇപ്പൊ ഒരു ഹാഫ് സെൽ ആയതുകൊണ്ട് ഇത് ആനോഡ് ആകോ കാഥോഡ് ആകോ ഇതൊന്നും നമുക്ക് അറിയില്ല. അക്കോർഡിംഗ് ടു കൺവെൻഷൻ നമ്മൾ ഈ ഒരു ഹാഫ് സെല്ലിന്റെ ഏത് മാത്രം കൺസിഡർ ചെയ്താൽ മതി? റിഡക്ഷൻ റിയാക്ഷൻ മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ മാത്രമേ എഴുതേണ്ട കാര്യമുള്ളൂ. Zn2 +2 ഇലക്ട്രോൺ ഗിവിംഗ് Zn എന്ന് മാത്രമേ എഴുതേണ്ട കാര്യമുള്ളൂ. ആരാകും എന്നുള്ളത് പിന്നത്തെ കാര്യമാണ്, പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചതിന് ശേഷമുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇവിടെ അക്കോർഡിംഗ് ടു കൺവെൻഷണൽ റൂൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു ഹാഫ് സെല്ലിലെ അയോൺ അണ്ടർഗോ റിഡക്ഷൻ Zn2 +2 ഇലക്ട്രോൺ ഗിവിംഗ് Zn. അപ്പൊ അതുപോലെ ഏത് മെറ്റൽ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഹാഫ് സെല്ലായിട്ട് കൺസ്ട്രക്ട് ചെയ്യാലോ. അപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് മെറ്റൽ എന്നുള്ളതിന് M എന്നും അവരുടെ വാലൻസി N ആണെങ്കിൽ മുകളിൽ വരുന്ന ചാർജ് N+ എന്നും എഴുതാം. Mn+ ആണെങ്കിൽ അവർ റിസീവ് ചെയ്യാൻ പോകുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ് N ആയിരിക്കും. N ഇലക്ട്രോൺസ് ഗിവിംഗ് എന്നിട്ട് എന്തായിട്ട് മാറും? M എന്ന് പറയുന്ന മെറ്റൽ ആയിട്ട് മാറും. ലൈക്ക് ദിസ് ഇക്വേഷൻ Mn+ +N ഇലക്ട്രോൺ ഗിവിംഗ് M. ഇതായിരിക്കും ഏതൊരു കാഥോഡും അല്ലെങ്കിൽ ഏതൊരു റിഡക്ഷനും നടക്കുന്നത് ഈ ഒരു ഇക്വേഷൻ അനുസരിച്ചായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ജനറലി ഏതാളുടെയും റിഡക്ഷൻ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. Mn+ +N ഇലക്ട്രോൺ ഗിവിംഗ് M എന്ന് റെപ്രസെന്റ് ചെയ്യാം. അതാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഇലക്ട്രോഡ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആ ഒരു ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ ഇപ്പോഴത്തെ കോൺസെൻട്രേഷനിൽ എന്തായിരിക്കും എന്ന് നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് എഴുതാം. നോക്കാം നമുക്ക്. ഇപ്പോൾ ഈ ഇപ്പോഴത്തെ പൊട്ടൻഷ്യൽ സ്റ്റാൻഡേർഡ് അല്ല അല്ലെ, സ്റ്റാൻഡേർഡ് ആവണമെങ്കിൽ ഇവിടെ 1 മോളാർ വരണം. ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന 1 മോളാർ അല്ല. അപ്പൊ നമ്മൾ സ്റ്റാൻഡേർഡ് അല്ലാത്ത പൊട്ടൻഷ്യൽ ആയതുകൊണ്ട് വെറുതെ E എന്ന് മാത്രം റെപ്രസെന്റ് ചെയ്താൽ മതി. ഇനി എന്തിനുള്ള പൊട്ടൻഷ്യൽ? Mn+M ആയിട്ട് മാറാനുള്ള പൊട്ടൻഷ്യൽ, റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ഓക്കെ, ഇസ് ഈക്വൽ ടു നോൺസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് പറഞ്ഞത് അത് കണ്ടുപിടിക്കാൻ ഇവർക്ക് സ്റ്റാൻഡേർഡ് ആയിരിക്കുമ്പോ, അതായത് ഇഫ് ദിസ് സെൽ ഈസ് കൺസ്ട്രക്റ്റഡ് യൂസിങ് 1 മോളാർ സിങ്ക് സൾഫേറ്റ് അല്ലെങ്കിൽ 1 മോളാർ മെറ്റൽ അയോൺസ് എടുത്ത് കൺസ്ട്രക്ട് ചെയ്തിരുന്നെങ്കിൽ അവരെത്ര പൊട്ടൻഷ്യൽ തരണമായിരുന്നു? അത് നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ എഴുതി വെച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ, 1 മോളാർ ആകുമ്പോൾ ഉള്ളത്. ആ വാല്യൂ that is obtained from electrochemical series, that is the standard value using 1 molar electrolyte. ആ വാല്യൂവിൽ നിന്ന് ഒരു ടേം കുറച്ചാൽ നമുക്ക് സ്റ്റാൻഡേർഡ് അല്ലാത്ത കണ്ടീഷനിലെ പൊട്ടൻഷ്യൽ കിട്ടും. ഏത് വാല്യൂ കുറയ്ക്കണം? 2.303 RT/NF log കോൺസെൻട്രേഷൻ ഓഫ്, നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതുന്നത് ഓർക്കുക. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതുമ്പോൾ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ബൈ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ എഴുതും അല്ലെ. അതുപോലെ തന്നെ ഇവിടെ പ്രോഡക്റ്റ് ആരാ? കോൺസെൻട്രേഷൻ ഓഫ് M മെറ്റൽ ഡിവൈഡഡ് ബൈ റിയാക്ടന്റ് ഇവിടെ ആരാ ഉള്ളേ? മെറ്റൽ അയോൺ. കോൺസെൻട്രേഷൻ ഓഫ് Mn+. ഇതാണ് നോൺസ് ഇക്വേഷൻ. നോൺസ് ഇക്വേഷൻ പറയുന്നത് എന്താ? ഒരു ഇലക്ട്രോഡ് സ്റ്റാൻഡേർഡ് അല്ലാത്ത സമയത്ത് തരുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ആയിരുന്നപ്പോൾ ഉള്ള പൊട്ടൻഷ്യൽ 1 മോളാർ കോൺസെൻട്രേഷനിൽ എടുക്കുമ്പോൾ അവർ തരുന്ന പൊട്ടൻഷ്യലിൽ നിന്ന് 2.303 RT/NF ലോഗ് ഇപ്പോ കോൺസെൻട്രേഷൻ ഓഫ് M ബൈ കോൺസെൻട്രേഷൻ ഓഫ് Mn+ ചെയ്താൽ നമുക്ക് നോൺസ് ഇക്വേഷൻ അനുസരിച്ച് സ്റ്റാൻഡേർഡ് അല്ലാത്ത പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ സംശയം വരുന്നത് നമുക്ക് ഈ പാർട്ടിലാണ്. ഇത് ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ റെക്കോർഡഡ് ആണ്. ഈ പാർട്ടിൽ
2.303 സംശയമൊന്നുമില്ല, അതൊരു വാല്യൂ ആണ്. ദെൻ R എന്ന് പറയുന്നത് എന്താണ്? R ഈസ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അതിന്റെ വാല്യൂ എടുക്കേണ്ടത് 8.314 ആണ് എടുക്കേണ്ടത്. ദെൻ T എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചർ നമ്മൾ ഈ സെല്ല് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ 298 കെൽവിൻ ആണ് എടുക്കേണ്ടതെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതിന് വ്യത്യാസമൊന്നുമില്ല. ദെൻ F എന്ന് പറയുന്നത് അടുത്ത കോൺസ്റ്റന്റ് ആണ്, ഫാരഡേ കോൺസ്റ്റന്റ്. അതെന്താന്ന് നമ്മൾ അടുത്ത തിയറിയിൽ പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം അതൊരു കോൺസ്റ്റന്റ് ആണ്, പേര് ഫാരഡേ കോൺസ്റ്റന്റ് എന്ന് മനസ്സിലാക്കി വെക്കുക. അതിനും ഒരു വാല്യൂ ഉണ്ട്, 96500 കൂളംസ് എന്നാണ് ഇതിന്റെ വാല്യൂ. ഫാരഡേ, എഫിന് പകരം 96500 കൂളംസ് എന്ന് കൊടുക്കുക. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 2.303 R T F ഇതൊക്കെ ഓരോ വാല്യൂ ഉള്ള ആൾക്കാരാണ്. ഇനി N എന്തായിരുന്നു? N എന്ന് പറയുന്നത് നമ്മൾ ഏത് മെറ്റലിന്റെ റിഡക്ഷൻ ആണോ എഴുതുന്നത് അവിടെ ഇൻവോൾവ് ആയിരിക്കുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ആ N ആണ് ഇവിടെ വരുന്നത്. ഇപ്പൊ സിങ്ക് 2+ ആണെങ്കിൽ 2 വരും. Ag+ എന്നാണ് എഴുതുന്നതെങ്കിൽ ഇക്വേഷൻ Ag plus 1 ഇലക്ട്രോൺ ഗിവിംഗ് Ag വരുള്ളൂ. അപ്പൊ ഇവിടുത്തെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 1 ആണ്. ആ സമയത്ത് അലൂമിനിയം ആണ് എടുക്കണമെങ്കിൽ അലൂമിനിയം 3+ പ്ലസ് 3 ഇലക്ട്രോൺ ഗിവിംഗ് അലൂമിനിയം എന്നായിരിക്കും അവിടെ റിയാക്ഷൻ വരിക. അപ്പത്തെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 3 ആണ്. N = 3 എന്ന് കൊടുക്കണം. അപ്പൊ ഏത് മെറ്റലാണ് എടുക്കുന്നത് അവരുടെ വാലൻസി അനുസരിച്ചുള്ള എത്ര ഇലക്ട്രോൺസ് അവിടെ റിഡക്ഷനിൽ പങ്കെടുത്തോ അതാണ് N. ഓക്കെ, അപ്പൊ അത് വേരി ചെയ്യും, നമ്മൾ എടുക്കുന്ന ഇലക്ട്രോഡ് അനുസരിച്ച് വേരി ചെയ്യും. പക്ഷെ ബാക്കി എല്ലാ ടേമും കോൺസ്റ്റന്റ് ആണല്ലോ. അപ്പൊ ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ട് നമുക്കൊരു വാല്യൂ ഉണ്ട്, അത് പഠിച്ചു വെച്ചാൽ മതി. E0 മൈനസ് ആ വാല്യൂ വരുന്നത് 0.0591 എന്നാണ്. 0.0591 ബൈ N ഇത്ര എഴുതിയാൽ മതി കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ. പക്ഷെ നോൺസ് ഇക്വേഷൻ ചോദിക്കുമ്പോൾ നിങ്ങൾ മാക്സിമം ഇത് എഴുതാൻ ശ്രമിക്കാം. ഓക്കെ, കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഇതെടുത്താലും മതി. ഓക്കെ, ദെൻ ലോഗ്. ഇനി ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് M എന്ന് പറഞ്ഞാൽ അത് മെറ്റലിന്റെ കോൺസെൻട്രേഷനാ, സോളിഡിന്റെ കോൺസെൻട്രേഷനാ. അത് നമ്മൾ യൂണിറ്റി ആയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ഇവിടെ എല്ലായിടത്തും മെറ്റലിന്റെ കോൺസെൻട്രേഷൻ, സോളിഡിന്റെ കോൺസെൻട്രേഷൻ യൂണിറ്റി ആയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ മോളിൽ 1 ആവും, താഴെ നമ്മൾ എടുക്കുന്ന സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ Mn പ്ലസ് അയോണിന്റെ കോൺസെൻട്രേഷൻ, ഇവിടെ എടുക്കുന്ന കോൺസെൻട്രേഷൻ. ഇപ്പൊ ഇവിടെ 0.1 ആണ്, എത്രയാണോ നമ്മൾ എടുക്കുന്ന ആ കോൺസെൻട്രേഷൻ. ഓക്കെ, അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡേർഡ് അല്ലാത്ത പൊട്ടൻഷ്യൽ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നോൺസ് ഇക്വേഷൻ ഫോർ ആൻ ഇലക്ട്രോഡ്, ഒരു ഇലക്ട്രോഡ് വരുമ്പോൾ എങ്ങനെ നോൺസ് ഇക്വേഷൻ എഴുതുന്നു കണ്ടു. ഇതുപോലെ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ മെറ്റൽസിന്റെ റിഡക്ഷൻസ് എഴുതിയിട്ട് നോൺസ് ഇക്വേഷൻ എങ്ങനെ വരുന്നു പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോൺസ് ഇക്വേഷന്റെ കണ്ടിന്യൂയിങ് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.